ഇന്ന് വെക്കേഷൻ്റെ 3rd ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോവാണ്. ബ്രസൽസിൽ നിന്ന് കാലത്ത് 9:50 NS ഇൻ്റർനാഷണൽ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നത്. ഏകദേശം 2.5 മണിക്കൂർ ട്രെയിൻ യാത്രയാണ് ആംസ്റ്റർഡാമിലേക്കുള്ളത്. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ പോയത് മാഡം തുസാഡ് വാക്സ് മ്യൂസിയം കാണാനായിരുന്നു കേട്ടോ. പ്രശസ്തരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ വാക്സ് പ്രതിമകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രതിമകളാണെന്നൊന്നും തോന്നില്ല. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ ഈ പ്രതിമകൾക്കെല്ലാം ഉണ്ടായിരുന്നത്. നമ്മളും അവിടുന്ന് കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ഗാന്ധിജീനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ആംസ്റ്റർഡാം സെൻറ്ററിലേക്കാണ് കേട്ടോ. ഈ കനാലിൻ്റെയും കെട്ടിടങ്ങളുടെ ഒക്കെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഗോൾഡൻ അവേഴ്സ് തന്നെ എത്തണം കേട്ടോ. നമ്മൾ ഏകദേശം വൈകുന്നേരം ഒരു 6:30-ക്കാണ് ആംസ്റ്റർഡാം സെൻറ്ററിലെത്തിയത്. ടൂറിസ്റ്റുകളുടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഈ സമയങ്ങളിൽ ഇവിടെ ഉണ്ടാവും കേട്ടോ. കിച്ചന് ബോട്ടിൽ കയറണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു കനാൽ ടൂർ എടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ വേറൊരു ദിവസമായിരുന്നു നമ്മൾ കനാൽ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ കയറിയപ്പോൾ തൊട്ട് ആശാൻ്റെ സ്വഭാവം മാറി. അവന് പിന്നെ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയായി. ഗൈഡ് ആംസ്റ്റർഡാം ചരിത്രത്തെ പറ്റിയും അവിടെ കാണുന്ന ഓരോ ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ വാത്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കിച്ചുവിന് അതൊന്നും കേൾക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. 2 മണിക്കൂറിൻ്റെ കനാൽ ടൂർ തീരാറായപ്പോഴാണ് അവന് നടങ്ങി കാഴ്ചകളൊക്കെ കാണാനായിട്ട് തുടങ്ങിയത്. ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട നഗരമാണ് ആംസ്റ്റർഡാം എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാലോ. കിച്ചുവിൻ്റെ അഭ്യാസവും കനാൽ ടൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഫുഡ് സ്ട്രീറ്റിലെ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഏട്ടനൊരു ബീഫ് കബാബും മൊജിറ്റോയും ഞാനൊരു ചിക്കൻ ബ്രസ്റ്റും ഓറഞ്ച് ജ്യൂസും ആണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഡിന്നർ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ പിന്നെ ഇതെല്ലാം ലീഗലായതുകൊണ്ട് ആംസ്റ്റർഡാമിൻ്റെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഷോപ്പുകൾ കാണാൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, അതടിച്ച് കിറങ്ങിയിരിക്കുന്നവരെയും കാണാം. ഇന്ന് ആംസ്റ്റർഡാമിലെ നമ്മുടെ 2nd ഡേ ആണ്. കാലത്ത് നേരത്തെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ഐക്കണിക് പ്ലേസിലാണ്. വിൻഡ് മില്ലിൻ്റെ ഫോട്ടോ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിട്ടുണ്ടാവില്ലേ? ആ വിൻഡ് മില്ല് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമുക്കത് പോയാലോ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കഴിച്ചത്. കിച്ചു അപ്പോഴേക്കും അച്ഛനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ട്രെയിനിലാണ് കേട്ടോ പോണത്. ട്രെയിനൊക്കെ അടിപൊളിയാണ്. സെൻട്രൽ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. കിച്ചു പിന്നെ വാത്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കയറി നമ്മൾ സ്റ്റോപ്പിൽ എത്തുന്നവരെ അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. 17-18 കാലഘട്ടത്തിൽ ഡച്ച് ഗ്രാമം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ സാൻസേഷനിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പഴയ കാലത്തെ ഡച്ച് ഗ്രാമത്തെ അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ. ഈ കാണുന്ന വിൻഡ്മില്ലുകൾ മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകതകൾ. ധാരാളം കാഴ്ചകൾ സാൻസേഷനിൽ നമുക്ക് കാണാനായിട്ടുണ്ട്. ഇവിടേക്ക് ഫ്രീ എൻട്രൻസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നുമില്ല. ഈ കാണുന്ന കെട്ടിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. നിങ്ങളിവിടുത്തെ കെട്ടിടങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിച്ചോ? കടും പച്ച നിറത്തിലോ അല്ലെങ്കിൽ കറുത്തോ നിറമായിരിക്കും ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് അധികവും. എല്ലാ സമയത്തും ഈ ഡച്ച് ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ ഒഴുകി എത്താറുണ്ട്. പഴയ കാലത്തെ വിൻഡ് മില്ലുകൾ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഏകദേശം 600ഓളം വിൻഡ് മില്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 8 എണ്ണമാണ് അവശേഷിക്കുന്നത്. അതിൽ തന്നെ 6 എണ്ണം ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കാനും പിന്നെ ചെറിയ കാർപ്പൻട്രി വർക്കുകൾക്കാണ് കേട്ടോ ഈ വിൻഡ് മില്ലുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് കൂടെ ഉണ്ട്. അവിടെ നമുക്ക് ആവശ്യമുള്ള ഹോട്ട് ചോക്ലേറ്റ് നമുക്ക് സ്വയം ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനുള്ള ക്ഷമ എൻ്റെ കിച്ചൂരി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു. വിൻഡ് മില്ലിലെ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിച്ച് അതിനടുത്ത് തന്നെ ഒരു ചീസ് മ്യൂസിയം ഉണ്ട് കേട്ടോ. ആ മ്യൂസിയം കാണാനാണ് നമ്മൾ പോയത്. പഴയ കാലത്ത് ഒരു ചീസ് ഷോപ്പ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഈ ചീസ് ഷോപ്പ് നിലനിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഇത്രയധികം വെറൈറ്റീസ് ഓഫ് ചീസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഷോപ്പിൽ നിൽക്കുന്നവർ പഴയ ഡച്ച് രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. കിച്ചുവിന് പിന്നെ ആ ചീസ് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അതെല്ലാം പിടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പല വെറൈറ്റീസ് ഓഫ് ചീസ് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അത് മാത്രമല്ല കേട്ടോ, ചീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള
ഫ്രീ ഡെമോൺസ്ട്രേഷനും കൂടെ അവർ നമുക്ക് കാണിച്ചു തരും. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പോയത് വുഡൻ ഷൂ വർക്ക്ഷോപ്പിലേക്കായിരുന്നു. ക്ലോക്സ് എന്നാണ് ഈ വുഡൻ ഷൂ അറിയപ്പെടുന്നത്. ഇത് ആംസ്റ്റർഡാമിൻ്റെ നാഷണൽ സിംബൽ കൂടിയാണ് കേട്ടോ. ക്ലോക്സ് മേക്കിങ്ങിൽ ഡച്ച് പാരമ്പര്യം വരും തലമുറയ്ക്ക് കൂടി പകർന്നു നൽകാൻ വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷനോട് കൂടിയിട്ടാണ് ഈ മ്യൂസിയം ഇവിടെ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഇവർ ഈ വുഡൻ ഷൂ ഉണ്ടാക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും കേട്ടോ. പോപ്പുലർ എന്ന് പറഞ്ഞ മരത്തിൻ്റെ തടി യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഷൂ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോവില്ല, അതുപോലെ തന്നെ വിണ്ട് കയറില്ല എന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. പല നിറത്തിലും വലുപ്പത്തിലും രൂപത്തിലുള്ള ക്ലോക്സുകളാണ് കേട്ടോ ഇവരിവിടെ നിർമ്മിക്കുന്നത്. വേണമെങ്കിൽ നെതർലാൻഡ്സിൻ്റെ സുവനീറായി നമുക്ക് ഈ ക്ലോക്സ് മേടിക്കുകയും കൂടെ ചെയ്യാം. അങ്ങനെ സാൻസേഷനിലെ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വിസിറ്റ് കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ സാന്താം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. സാന്താം റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് തന്നെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഇത് സത്യം പറഞ്ഞ ഒരു ഹോട്ടലാണ് കേട്ടോ. സാന്താം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സിറ്റിയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങിനെല്ലാം തന്നെ ഒരു യുണീക്ക് സ്ട്രക്ചറാണ് കേട്ടോ ഉള്ളത്. വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇവിടെ കാണാനില്ല. ഈ ബിൽഡിങ്ങുകൾ കാണാനാണ് ഒരുപാട് പേര് ഇവിടേക്ക് വരുന്നത്. നല്ല ഭംഗിയില്ലേ ഈ ബിൽഡിംഗ് കാണാനായിട്ട്. എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് പേര് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം ആ സിറ്റിയിലൂടെ നമ്മളൊന്ന് നടന്നു കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി നമ്മൾ നേരെ ആംസ്റ്റർഡാം സെൻറ്ററിലേക്ക് പോവാണ്. ആംസ്റ്റർഡാമിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആൻ ഫ്രാങ്കിൻ്റെ ഹൗസ് കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആംസ്റ്റർഡാം സെൻറ്ററിൽ നിന്ന് ട്രാമിലാണ് നമ്മൾ ആൻ ഫ്രാങ്കിൻ്റെ ഹൗസ് കാണാൻ വേണ്ടി പോകുന്നത്. ഈ ട്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാമിൽ കയറുന്നതിനും ഇറങ്ങുന്നതിന് മുമ്പ് ടിക്കറ്റ് സ്കാൻ ചെയ്തിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ആൻ ഫ്രാങ്കിൻ്റെ ഹൗസിലേക്ക് എത്തി. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്ര അധികം തിരക്കാണ് ഇവിടെ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി പട്ടാളക്കാരിൽ നിന്നും ആൻ ഫ്രാങ്കും കുടുംബവും ഒളിച്ച് താമസിച്ച വീടായിരുന്നത്. ഇന്നത് അവരുടെ ഓർമ്മയ്ക്കായിട്ടൊരു മ്യൂസിയം ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. 1944 ഇവരെ പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റി. അവിടുന്ന് ആൻ ഫ്രാങ്കിൻ്റെ അച്ഛൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഈ ഡയറി പബ്ലിഷ് ചെയ്തതും. മനസ്സ് നിറയെ ആൻ ഫ്രാങ്കിൻ്റെ ഓർമ്മകളായിട്ടാണ് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോയത്. ഇന്ന് വെക്കേഷൻ്റെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം, പിന്നെ കുറച്ച് ഫുഡുകൾ ട്രൈ ചെയ്യണം, പിന്നെ ഓൾഡ് ടൗൺ സിറ്റി നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്യണം. അത്രേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. നമ്മൾ ഫുൾ കോട്ടേജ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കഴിക്കുന്നത്. അതിൽ ചീസും ബ്രെഡും മഷ്റൂമും ബേക്കണും എഗ്ഗും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കിച്ചുവിൻ്റെ ഫുഡ് ഐഡിയെല്ലാം നേരത്തെ കഴിഞ്ഞിട്ട് അവനവിടെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ആംസ്റ്റർഡാം സെൻറ്ററിലേക്കാണ് കേട്ടോ പോയത്. ആംസ്റ്റർഡാം സിറ്റിയിലൂടെ വെറുതെ നടക്കാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം സിറ്റിയിലെ പല ഭാഗത്തുകൂടെയും പല സ്ട്രീറ്റിലൂടെയും നടന്നു. ഒരു ഭാഗത്ത് ധാരാളം അഡൾട്ട്സ് ഓൺലി ഷോപ്പുകളും സെക്സ് മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഒന്നും നമ്മളങ്ങനെ ഷൂട്ട് ചെയ്യുകയും ചെയ്തില്ല. അവിടെ നമ്മൾ എത്തിപ്പെട്ടത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മൾ എന്തായാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ നമ്മൾ സുവനീർ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സുവനീർ ഷോപ്പിൽ പോയിട്ടോ. ഞാൻ സാധാരണയായിട്ട് നമ്മളെ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുന്ന മാഗ്നറ്റാണ് കേട്ടോ മേടിക്കാറുള്ളത്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും കൺഫ്യൂഷനായി. അങ്ങനെ 1-2 മാഗ്നറ്റൊക്കെ ഞാൻ മേടിച്ചു. നമ്മൾ വീണ്ടും നമ്മുടെ നടത്തം ആരംഭിക്കുകയാണ്. അങ്ങനെ ആ നടത്തത്തിനിടയിലാണ് ആംസ്റ്റർഡാമിൽ എത്തിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ഡച്ച് പാൻ കേക്ക് കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഡച്ച് പാൻ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ ചെയ്തത്. ഒതൻറ്റിക് ഡച്ച് പാൻ കേക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഫ്രാങ്ക് ഹൗസിൻ്റെ തൊട്ടടുത്താണ്. പക്ഷെ നമ്മൾ ഈ സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പാൻ കേക്ക് കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഒതൻറ്റിക് ഡച്ച് പാൻ കേക്ക് നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ചോക്ലേറ്റ് പാൻ കേക്ക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് അതിൽ മുഴുവൻ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ് ബനാന കോക്കനട്ട് പാൻ കേക്ക് ആണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് ആപ്പിൾ ചീസ് പാൻ കേക്ക്? ഞാനൊരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ പാൻ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാനുള്ള ഏകദേശം സമയമായി കേട്ടോ. വൈകിട്ട് 6:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് എങ്കിലും നമ്മൾ സാധാരണയായിട്ട് നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്താറുണ്ട്. അങ്ങനെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്.
അങ്ങനെ നമ്മുടെ ആംസ്റ്റർഡാമിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ട്രെയിനിൽ വേണം എയർപോർട്ടിൽ പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ട്രെയിൻ പിടിക്കണം. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം നമ്മൾ എയർപോർട്ടിൽ പോസ്റ്റ് ആവേണ്ടി വന്നു. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. ഫിൻഎയറാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 5 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിത് ഹെൽസിങ്കിയിൽ എത്തിയിരിക്കുകയാണ്. ഈ വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ ആംസ്റ്റർഡാമിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.